ഹായ്, അപ്പോൾ നമ്മൾ ചിപ്പി വാങ്ങാൻ വേണ്ടിയിട്ട് കോവളത്ത് പോയിരിക്കുകയാണ് കേട്ടോ. ചിപ്പി ക്ലീൻ ചെയ്താല കോവള ചിപ്പി വാങ്ങിച്ചത്. ചിപ്പി ആണെങ്കിൽ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് ചിപ്പിയെ കിട്ടിയിട്ടുള്ളൂ. അതുമല്ല ഇന്ന് താത്ത എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് തയ്ക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് ക്ലീൻ ചെയ്യാൻ പോവാം കേട്ടോ. മേടിച്ചതേ, നമുക്കിത് ഇങ്ങോട്ട് കെട്ടാം. കണ്ടോ, കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട്. കണ്ടോ, കുഴപ്പമില്ലാത്ത സൈസിലുണ്ട്. പക്ഷെ ഇത് കണ്ടോ കുറച്ചേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നമ്മൾ ആക്ച്വലി ഇത് ഫ്രൈ ഒന്നുമല്ല, നമ്മൾ വേവിച്ചങ്ങ് കഴിക്കുക ചെയ്യണേ. ഇപ്പോൾ നല്ല സ്പീഡിൽ ഇതെല്ലാവരും കഴിക്കും. വളരെ കുറച്ചാണ് എന്തായിരുന്നാലും. പോവല്ലേ തറയിൽ പോയി കേട്ടാ, 2 എണ്ണം പോയി. ഓക്കെ, അപ്പം ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണം. ഇതിനിങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. അടച്ചു കവറിൻ്റെ പുറത്തിട്ടു. ഈ പുറത്തുള്ളതൊക്കെ കളയണം, അല്ലെങ്കിൽ മണ്ണ് കയറും അവസാനം. നേരെ അയ്യോ നോക്കിയിട്ട് ഇതാണ് ഇക്ക. കണ്ടോ, ഇക്ക ക്ലീൻ ചെയ്യാണ്. നമ്മുടെ ചിപ്പി ക്ലീനറാണ് ഇന്നത്തെ. നമ്മളിത് കോവളത്ത് പോയി മേടിച്ചിട്ട് വന്നതാണ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൽ നിന്ന് വാങ്ങണതല്ല, ഇങ്ങനെ കെട്ടി വെച്ചിട്ട് വാങ്ങണതല്ല. ഇത് കോവളത്ത് അവർ ഫ്രഷ് ആയിട്ട് നമുക്ക് പിടിച്ചു തരണതാണ്. എന്നിട്ട് നമ്മൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് വേവിച്ച് വെക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇത് മണ്ണ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ വേവിക്കുമ്പോൾ തുറക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള മണ്ണൊക്കെ ഇതിൻ്റെ അകത്തോട്ട് കയറും. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇത് ശംഖാണ് കേട്ടോ. ഞങ്ങൾ ശംഖും വേവിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഈ കപ്പയും ഇതിൻ്റെ കൂടെ ഇട്ട് തന്നെയാണ് വേവിക്കുന്നത്. കപ്പ, ചോളം എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ കൂടെ ഇടും. കാരണം നമുക്ക് ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ മാങ്ങ ജ്യൂസിന് വേണ്ടിയിട്ട് മാങ്ങ ജ്യൂസ് റെഡിയാക്കി. പിന്നെ വാട്ടർ മെലോൺ ജ്യൂസ് ഉണ്ടാക്കി. അതിനുശേഷം കുറച്ച് പുളി ഇട്ടു, കാന്താരി മുളക് ഇട്ട്, കുറച്ച് ഉപ്പിട്ട്, കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് നമ്മൾ ഒരു പുളിമുളക് ഉണ്ടാക്കി ഒരു സോസ് പോലെ. പിന്നെ നമ്മൾ കണവ അത് വേവിച്ചെടുത്തു. പിന്നെ അത് ചിപ്പി അവിക്കാൻ വെച്ചു. പിന്നെ കൊച്ചുള്ളി ചുട്ടെടുത്തു. കൊച്ചുള്ളി ഇടിച്ച് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൊച്ചുള്ളി നമ്മൾ ഇടിച്ചെടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഉണക്കമുളകുണ്ടല്ലോ അതിനെ വേവിച്ചെടുത്തേ. അതിനുശേഷം നമ്മളതിനെ ഒന്ന് ഇടിച്ചെടുക്കാൻ പോവുകയാണേ. അത് നമ്മൾ ചുട്ടെടുത്ത കൊച്ചുള്ളിയും കൂടി ഒന്ന് ഇടിച്ചെടുക്കുകയാണ്. അതിൽ കൂടി കുറച്ച് പുളിയും കുറച്ച് ഉപ്പും കൂടി ഇടാൻ വേണ്ടി മറക്കില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി എടുത്തിട്ട് നല്ല ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കുകയാണേ. ടേസ്റ്റ് ആയിരിക്കും ചിപ്പിയുടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ എല്ലാം എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ചിപ്പിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കാണിത് നമ്മൾ ചെയ്ത് പാല് വെച്ചത് ഓക്കെ കുടിച്ചോ. റൈന പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര വിഷമത്തിലാണ്. മോൻ കണ്ടില്ലേ, ആരോടൊന്നും മിണ്ടുന്നില്ല. ചിപ്പിയും ചോളവും കപ്പയും എല്ലാം കൂടി കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കാൻ പോവുകയാണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ഫാമിലിയായിട്ടൊക്കെ.
ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം. നമ്മൾ കെട്ടിയിട്ട ചിപ്പിയൊന്നും വാങ്ങരുത് കേട്ടോ. നമ്മളിങ്ങനെ ഫ്രഷായിട്ട് പോയി തന്നെ വാങ്ങണം. ഫ്രഷായിട്ട് പോകണമെങ്കിൽ കോവളം അല്ലെങ്കിൽ വിഴിഞ്ഞത്തൊക്കെ പോയാൽ നമ്മൾ രാവിലെ പോയി നമുക്ക് കിട്ടും കേട്ടോ. അവർ പറിച്ചുകൊണ്ട് തരും നമുക്കത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണേ. അതിനകത്ത് ഇടണത് വന്നില്ല കേട്ടാ. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കഴിച്ച് മത്തായിട്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം കേട്ടോ. ബൈ.